ഒറ്റ നോട്ടത്തിൽ കണ്ട തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഗ്രാമമാണെന്ന് തോന്നുമെങ്കിലും സംഭവം അതല്ല. ഇത് മുംബൈയിലെ മാട്ടുങ്കയിലുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ടെമ്പിളാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മുംബൈ എക്സ്പീരിയൻസ് ഇവിടെ വെച്ച് ആരംഭിക്കുന്നു. എൻ്റെ ചെറിയ അമ്മാവൻ അജിമാമ ജോലി ചെയ്യുന്നത് മുംബൈയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാനും മുംബൈ ഒന്ന് കറങ്ങാനുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മുംബൈയിലെ ആളുകളുടെ ജീവിതം ആ ലോക്കൽ ട്രെയിൻ പോലെയാണ്. നിൽക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ നമുക്കും അധികം സമയമില്ല. ഡിന്നർ കഴിക്കാം. രാം നായക് ആൻഡ് സൺസ് 1942 ആരംഭിച്ച് കഴിഞ്ഞ 82 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ഒരു ഉടുപ്പി സ്റ്റൈൽ ഡിന്നറാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. മുംബൈയിലെത്തിയിട്ടും സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം സത്യമാണ്. പക്ഷേ ഞാൻ ഓൾറെഡി ഒരു മുംബൈ സ്റ്റൈൽ ബിരിയാണി അകത്താക്കി ഉച്ചയ്ക്ക്. അത് വീഡിയോ എടുത്തില്ല എന്ന് മാത്രം. 180 രൂപയുടെ ഇവരുടെ ഈ പാക്കേജിനകത്ത് റൈസ്, 3 പൂരി, പിന്നെ 2-3 സബ്ജികളും പിന്നെ സ്വീറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ആഫ്റ്റർ ലഞ്ച് റെസ്റ്റ് എ വൈൽ, ആഫ്റ്റർ ഡിന്നർ വാക്ക് എ മൈൽ. അവർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നടന്നേക്കാം. താഴോട്ട് ഇറങ്ങിയതും ഇവരുടെ സ്വീറ്റ് ആൻഡ് സേവറി ഷോപ്പും കണ്ടു. ഈ ചില്ലിങ്കൂട്ടിലിരിക്കുന്ന ലഡു എന്നെ ഒരുപാട് ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഓൾറെഡി ഒരു ഗുലാബ് ജാമുനും കുറച്ച് റബഡി ഞാൻ അകത്താക്കി. ഇന്നത്തെ സ്വീറ്റ് കോട്ട അത്രയും മതി. മാട്ടുങ്ക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലോക്കൽ ട്രെയിൻ പിടിച്ച് അങ്കിളിൻ്റെ ഡോക്യാർഡ് റോഡിലെ വീട്ടിലേക്ക് പോകാം. നിങ്ങൾ മുംബൈയിൽ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ലോക്കൽ ട്രെയിനുകളിലെ ആ തിരക്ക്. ഓഫീസ് ടൈമുകളിൽ കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. രാത്രി ആയതുകൊണ്ട് നമ്മൾ ഇരുന്ന് നല്ല സുഖമായിട്ട് പോണു. ഈ രാത്രി ഇനി വലിയ കാഴ്ചകളൊന്നുമില്ല. അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാം. ദി നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇന്നലെ ചെറിയ രീതിയിൽ മാത്രമാണ് നമുക്കൊന്ന് പുറത്തൊക്കെ കറങ്ങാൻ പറ്റുള്ളൂ. സമയപരിമിതി കാരണം പിന്നെ ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം മിനിഞ്ഞാന്ന് നേരെ ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു ട്രെയിനിൽ. ഇന്നാണ് ശരിക്കും മുംബൈ ഒന്ന് കറങ്ങാൻ ഇറങ്ങുന്നത്. മുംബൈയുടെ ചില മസ്റ്റ് വിസിറ്റ് സ്പോട്ടുകളൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് ഒന്ന് നമുക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്താം. അതുപോലെ തന്നെ മുംബൈയുടെ ഫുഡ് ഐറ്റംസും നമുക്കൊന്ന് ട്രൈ ചെയ്യണം ഇന്ന്. സോ ലെറ്റ്സ് ഗോ ഔട്ട്. CSMT ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ മുംബൈയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. വിക്ടോറിയ ടെർമിനൽ എന്നായിരുന്നു ഈ ഒരു സ്റ്റേഷൻ്റെ ആദ്യത്തെ പേര്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ഇന്നത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. അത്യാവശ്യം നല്ല സണ്ണി ക്ലൈമറ്റ് ആണെന്ന് വിചാരിച്ചപ്പോഴേക്കും മഴ പെയ്ത് ആകെ നനഞ്ഞു. ഭാഗ്യത്തിന് കുട ഉണ്ടായിരുന്നു. ഇവിടെ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ കുറേ ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഡബിൾ ഡെക്കർ ബസ്സുകളും കണ്ടു. പ്രൈവറ്റ് ഏജൻസീസിൻ്റെ മുംബൈ ദർശൻ പാക്കേജ് ഉണ്ട്. പെർ ഹെഡ് 250 രൂപയ്ക്ക് മുംബൈ സിറ്റിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ചുറ്റിക്കാണും. ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത്. തികച്ചും അപരിചിതരായിട്ടുള്ള 40ഓളം ആളുകളോടൊപ്പം ഇന്ന് മൊത്തം മുംബൈ സിറ്റി കറങ്ങാം. നമ്മുടെ ബസ് ഏതാണ്ട് 1 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നിർത്തി. ഇത് ഹിന്ദി സിനിമകളിൽ കോടതിയുടെ ഒരു ഔട്ടെയർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ്. നമ്മുടെ മലയാള സിനിമയിൽ പെട്ടെന്ന് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നെന്താ അറിയോ, മലയാള സിനിമയിൽ ചന്ദ്രലേഖ സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും കൂടിയും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ മറ്റേ മാർവാടികൾ വന്ന് അവരുടെ ബൈക്ക് എടുത്ത് പോകുന്നൊരു സീനുണ്ട്. അതിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിന് നേരെ ഓപ്പോസിറ്റിൽ കാണുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മുംബൈയിലെ ഹെഡ് ഓഫീസാണ്. के लिए घूमने के लिए विजिट करने के लिए फोटोग्राफी करने के लिए जाओगे, उतरने के पहले अपने साथ लावा कीमती सामान सभी को साथ में लेकर जाना. फॉर एग्जांपल बताना चाहेंगे मनी पर्स, कैमरा, लैपटॉप, ज्वेलरी, डॉक्यूमेंट्स, खास करके टाइम बॉम्ब वो लाया होगा तो उसको भी बस के बाद लेके जाना है, बस के अंदर छोड़ना नहीं है. आप लोग बस. അപ്പോൾ നമ്മുടെ ഗൈഡിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കേട്ടിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മുംബൈയുടെ ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിലാണ്. അതിന് നേരെ ഓപ്പോസിറ്റിൽ തന്നെ IHCLന് കീഴിലുള്ള ദ മോസ്റ്റ് ഫേമസ് താജ് മഹൽ പാലസ് ഹോട്ടലും കാണാൻ സാധിക്കും. ഈ ഹോട്ടലിന് 122 വർഷത്തെ പഴക്കമുണ്ട്. ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള മുംബൈയുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിൽ നിൽക്കാനും ഒരു ഫോട്ടോസൊക്കെ എടുക്കാനും ഭാഗ്യം ലഭിച്ചു എനിക്ക്. ഏതാണ്ട് 35 വർഷങ്ങൾക്ക് ശേഷം മുംബൈയിലെത്തി ഇതൊക്കെ കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അച്ഛൻ. First flight went from Bombay to Karachi and pilot name is JRD Tata. ഇനി നമുക്ക് കടലിലൂടെ കപ്പലൊക്കെ കണ്ടിട്ട് ഒരു ബോട്ട് സവാരി അങ്ങ് നടത്തിയാലോ.
വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. KGF 1, KGF 2, തുപ്പാക്കി പോലുള്ള സിനിമകളും ഒരുപാട് ഹിന്ദി സിനിമകളും ഷൂട്ട് ചെയ്തതാണ് ആ ഹാർബറിൽ. ഇപ്പം നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ തന്നെ അണ്ടർ സീ ടണലിലൂടെയാണ്. കോസ്റ്റൽ റോഡിലായിട്ട് വൊർലീനെയും മറൈൻ ഡ്രൈവിനെയും കണക്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2.5 കിലോമീറ്ററിലുള്ള ഒരു ടണലാണ്. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവ് എത്തി. പക്ഷേ എന്താണ് ഒരു സാഡ് പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിർത്തുന്നില്ല അവർ. മഴ പെയ്യുന്നത് കൊണ്ടായിരിക്കാം, അതല്ല ഉച്ച സമയം 3:15 എല്ലാവർക്കും വിശക്കാനും തുടങ്ങി. പിന്നെ നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ബിസിനസ്മാൻ ആയിട്ടുള്ള മുകേഷ് അംബാനിയുടെ വീടിനടുത്തു കൂടെയാണ്. मुकेश अंबानी का इंटेलिया उसके बगल में देखना एक ब्लैक वाला दिख रहा वो हमारा है कोई फोटो नहीं उठाना. വണ്ടി ഇങ്ങനെ പാസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കണ്ടതുകൊണ്ടാവാം അംബാനിയുടെ വീട് ഏതാണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ നെഹ്റു സയൻസ് സെൻറ്ററിലെത്തി. ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്, ലഞ്ച് കഴിക്കുക. സമയം 4:15. ഇത്രയും ലൈറ്റായിട്ട് ഞാൻ ലഞ്ച് ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ. ആദ്യം കുറച്ച് നൂഡിൽസാണ് കിട്ടിയത്. വളരെ ലിമിറ്റഡ് ഓപ്ഷൻസേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നൂഡിൽസും പാവ് ഭാജിയും പിന്നെ ഡാൽ റൈസൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. നൂഡിൽസ് നന്നായിട്ടുണ്ട്. പിന്നെ പാവ് ഭാജി നമ്മൾ മുംബൈയിൽ വന്നിട്ട് ട്രൈ ചെയ്തില്ലെങ്കിൽ എങ്ങനെ? എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് പാവ് ഭാജി. ആ പാവും ഭാജിയും ചേർന്ന് അങ്ങ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒന്ന് വേറെ തന്നെയാണ്. അതിനിടയിൽ നമ്മൾ അംബാനിയുടെ വീടൊക്കെ കണ്ടപ്പോൾ ടൂർ ഗൈഡിനോട് ഒരാൾ ചോദിച്ചു ഷാറൂഖ് ഖാൻ്റെ വീട് കാണിക്കുന്നില്ലേ എന്ന്. പക്ഷേ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഷാറൂഖ് ഖാൻ്റെ 60ാം പിറന്നാളാണ്. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് SRK. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ ഇങ്ങോട്ട് ട്രാഫിക് ബ്ലോക്ക് ചെയ്തിരിക്കുക എന്നാണ് അറിഞ്ഞത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ നെഹ്റു സയൻസ് സെൻറ്ററിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് കുറേ അസ്ഥികൂടങ്ങളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ബസ്സിലേക്ക് കയറി. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് അന്ധേരിയിലേക്കാണ് ഒരു 4D ഷോ കാണാനായിട്ട്. ഈ 2 ബിൽഡിങ്ങിൻ്റെയും ഏറ്റവും മേലത്തെ ഫ്ലോറിൽ വീടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം തീർന്നു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞാൽ മതിയായിരിക്കും അല്ലേ, ഒരു സഞ്ചിയിലൊക്കെ ആക്കിയിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അന്ധേരിയിലാണ്. ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ, പക്ഷേ ഞാൻ പറയാൻ എന്താ സംഭവം, ഒരു 4D ഷോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് അത്രയും ഒരു 4D ഷോ അതുള്ളത് മുംബൈയിലാണ്. അതായത് 4D എന്ന് പറയുമ്പോൾ സൗണ്ട്, വിഷ്വല്, പിന്നെ ആ ഒരു ഫീല്, പിന്നെ മൂവ്മെൻറ്റ്. ഇപ്പം നമ്മൾ ഈ റോളർ കോസ്റ്ററിലൊക്കെ പോവില്ലേ, ആ ഒരു ഫീലാണ് അത്. നമുക്ക് ശരിക്കും നമ്മൾ നേരിട്ട് ഫീൽ ചെയ്യുന്ന അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു എക്സിബിഷൻ ആയിരുന്നു അത്. ഇവർ പറയുന്നത് 8 കോടി അത്ര ആ ഒരു തിയേറ്ററിൻ്റെ ചാർജ്. ആൻഡ് അതിലുള്ള ഓരോ സീറ്റിനും തന്നെ ഒരു 5 lakhs ചാർജ് ഉണ്ട് അത്ര. എന്തായാലും ദാറ്റ്സ് ഗുഡ്. നമ്മുടെ ഈ പാക്കേജിനകത്ത് വരുന്നതാണ് അതൊക്കെ. दुबई दिखेगा. अगर किसी को दुबई जाना है बिना पासपोर्ट बिना खर्चे का, यहाँ से मारना जाओ सीधा दुबई, नो पासपोर्ट नो खर्चा. ये वल्ली सीलिंग ब्रिज है, 2011 में कंप्लीट हुआ. यार पूरी गाड़ी उतर गई. സമയം 7 മണിയായി, നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇന്ന് ഷാറൂഖ് ഖാൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, ഇന്ത്യയുടെ വുമൻസ് വേൾഡ് കപ്പിൻ്റെ ഫൈനലും കൂടിയാണ് നവി മുംബൈയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം മുംബൈ സിറ്റിയിൽ നല്ല ട്രാഫിക്കാണ് ഇന്ന്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ജുഹു ബീച്ചിനടുത്താണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. ഞാൻ ഈ ചാറ്റ് ഫുഡ് ഐറ്റംസിൻ്റെ വലിയൊരു ഫാനൊന്നുമല്ല. പക്ഷേ ഇവിടെ ആളുകൾ പാനിപ്പൂരി ദഹിപ്പൂരിയൊക്കെ കഴിക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്നൊരു ക്രേവിങ് വന്നു. അതുകൊണ്ട് തന്നെ ഒരു ദഹിപ്പൂരി വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു. ആ തീരുമാനം വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം ഇറ്റ് വാസ് റിയലി അസം.
നോർത്തിൽ വന്നിട്ട് ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ ഒരു കാജു കട്ലിയും കൂടി കഴിച്ചാലേ അതങ്ങോട്ട് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് എനിക്ക് തോന്നി. പക്ഷേ നല്ല റേറ്റ് അവിടെ, ഒരു പീസിന് 30 രൂപ. ഈ മധുരത്തിനോടൊപ്പം മറ്റൊരു സന്തോഷം ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചതും ഇതേ ദിവസം തന്നെയാണെന്നുള്ളതാണ്, അതും മുംബൈയിൽ വെച്ച് തന്നെ. ഈ ഊരു ചുറ്റലിനിടയിലും ഫോണിൽ ഹോട്ട്സ്റ്റാറിൽ ഞാൻ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിന് എൻ്റെ അഭിനന്ദനങ്ങൾ. ജുഹു ബീച്ചിന് നേരെ ഓപ്പോസിറ്റിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാൻ സ്റ്റോറാണ് മിശ്ര പാൻ. അവരുടെ പാൻ ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ കണ്ടിരുന്ന് ഒരു 4 പാൻ നമ്മൾ വാങ്ങി. ഇപ്പം എന്തായാലും കഴിക്കുന്നില്ല, പാർസൽ എടുത്തു. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു ട്രിപ്പിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മഹാലക്ഷ്മി മന്ദിറിലേക്കാണ്. ഈ മുംബൈ സ്പെഷ്യൽ വീഡിയോ മഹാലക്ഷ്മി മന്ദിറിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് പതിവ് പോലെ ഉണ്ടാവുമെന്ന് കരുതുന്നു.